Hi students, welcome back to Plus 2 Political Science tutorial, and this is Sabin Joseph. Today we are going to our third chapter, second 5-year plan and third 5-year plan. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു നിർത്തിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി വരെയുള്ള കാര്യങ്ങളായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചും മൂന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുമാണ്. So, second 5-year plan. The rapid industrialization is the key feature of second 5-year plan. അതായത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് ത്വരിതഗതിയിലുള്ള റാപ്പിഡ് ആയിട്ടുള്ള വ്യവസായവൽക്കരണമാണ്. അതായത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു നിർത്തിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് കാർഷിക മേഖലയ്ക്കായിരുന്നെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് ത്വരിതഗതിയിൽ വളരെ പെട്ടെന്നുള്ള വ്യവസായവൽക്കരണത്തിലാണ് ഇത് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. The second 5-year plan stressed on heavy industries. It was drafted by a team of economists and planners under the leadership of P.C. Mahalanobis. അതായത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1956 മുതൽ അവസാനിക്കുന്നത് 1961 P.C. Mahalanobisന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെയും ആസൂത്രകരുടെയും ഒരു സംഘമാണ് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു രൂപരേഖ തയ്യാറാക്കിയത്. അതിനാൽ തന്നെ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ മഹൽനോബിസ് പ്ലാൻ എന്നും വിളിക്കുന്നുണ്ട്. If the first plan had preached patience, the second wanted to bring about quick structural transformation by making changes simultaneously in all possible directions. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി അതിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കാണ് മുൻതൂക്കം നൽകിയതെങ്കിൽ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി വ്യവസായ മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി മന്ദഗതിയിലുള്ള മാറ്റങ്ങളാണ് വിഭാവനം ചെയ്തത്. നമ്മളത് കൃത്യമായിട്ട് കണ്ടിരുന്നു. ഡോക്ടർ കെ എൻ രാജന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരിപാടികൾ തയ്യാറാക്കുമ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: വളരെ പെട്ടെന്നുള്ള വളർച്ച നമ്മുടെ ജനാധിപത്യത്തെ അപകടത്തിലാക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരുമ്പോൾ ഡോക്ടർ കെ എൻ രാജന്റെ ആ വാക്കിനെ മറികടന്നുകൊണ്ട് മഹൽനോബിസിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ വളരെ പെട്ടെന്നുള്ള വളരെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തത്. വളരെ പെട്ടെന്നുള്ള ത്വരിതഗതിയിലുള്ള ഘടനാപരമായ പരിവർത്തനങ്ങൾ കൊണ്ടുവരാനാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പികൾ ആഗ്രഹിച്ചത്. Before this plan was finalized, the Congress party at its session held at Awadhi near the then Madras city passed an important resolution. It declared that socialist pattern of society was its goal. This was reflected in the second plan. Here we can see that the Congress party declaring the socialist pattern of society was their primary goal. അതായത് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക്
ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ അപേക്ഷിച്ച് വളരെ പ്രകടമായ ഒരു സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം ഉണ്ടായിരുന്നു. പദ്ധതിയുടെ അന്തിമ രൂപം തയ്യാറാക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ പ്രസിദ്ധമായ അവധി പ്രമേയം എന്നും പറയുന്നു, അത് പാസാക്കി. 1955 മദ്രാസ് നഗരത്തിന് സമീപമുള്ള അവടിയിൽ വച്ചു ചേർന്ന കോൺഗ്രസ് സമ്മേളനം പാസാക്കിയ ഈ പ്രമേയം കോൺഗ്രസിന്റെ ലക്ഷ്യം സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ഒരു സമൂഹമാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ദിസ് വാസ് റിഫ്ലക്റ്റഡ് ഇൻ ദി സെക്കൻഡ് പ്ലാൻ. ഈ കോൺഗ്രസിന്റെ പ്രഖ്യാപനം രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ വ്യക്തമായി പ്രതിഫലിക്കുകയും ചെയ്തു. The government imposed substantial tariff on imports in order to protect domestic industries. Such a protected environment helped both public and private sector industries to grow. അതായത് ഗവൺമെന്റ് ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള നികുതികൾ ചുമത്തുവാനായി തുടങ്ങി. They tried to impose the substantial tariff on imports. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് കൂടുതൽ നികുതി വരുമ്പോൾ it should protect the domestic industries. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെയുള്ള നമ്മുടെ രാജ്യത്തിലുള്ള ആൾക്കാരുടെ സ്വന്തമായിട്ടുള്ള വ്യവസായങ്ങളെ ഇത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്നെത്തിക്കും. കാരണം പുറത്തു നിന്നുള്ള സാധനങ്ങൾക്ക് കൂടുതൽ താരിഫ്, കൂടുതൽ നികുതി ചുമത്തി കഴിയുമ്പോൾ അവിടെ നിന്ന് വരുന്ന സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും അതനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റ് ലഭിക്കുകയും ചെയ്യും. ഇത് ഒരുപോലെ സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഉള്ള വ്യവസായങ്ങളെ വളരെ പെട്ടെന്ന് വളർന്നു വരുന്നതിന് കാരണമായി. As savings and investment were growing in this period, a bulk of these industries like electricity, railways, steel, machineries and communication could be developed in the public sector. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പൊതുമേഖലയിൽ വൈദ്യുതി, റെയിൽവേ, ഉരുക്ക വ്യവസായങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളും വികസിപ്പിക്കുവാനായി കഴിഞ്ഞു. Indeed, such a push for industrialization marked a turning point in India's development. അതായത് വ്യവസായിക വൽക്കരണത്തിന് നൽകിയ ഈ ഉത്തേജനം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൽ ഒരു പുതിയ വഴിത്തിരിവിന് നാന്ദി കുറിച്ചു. It, however, had its problems as well. India was technologically backward, so it had to spend precious foreign exchange to buy technology from the global market. അതേ സമയത്ത് തന്നെ ഈ പറയുന്ന നേട്ടങ്ങളുടെ എല്ലാം പിറകിൽ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് അതിൻ്റെതായ ചില പ്രശ്നങ്ങളും ന്യൂനതകളും ഉണ്ടായിരുന്നു. ഒന്നാമതായി സാങ്കേതിക വിദ്യയിൽ, അതായത് ടെക്നോളജിയുടെ കാര്യത്തിൽ ഇന്ത്യ വളരെ പിന്നോക്കമായിരുന്നു. അതിനാൽ ആഗോള വിപണിയിൽ നിന്ന് സാങ്കേതിക വിദ്യ വാങ്ങുന്നതിന് വിലയേറിയ വിദേശ വിനിമയം രാജ്യത്തിന് ചിലവഴിക്കേണ്ടി വന്നു.
അതായത് നമുക്കറിയാം, വ്യവസായങ്ങൾ എപ്പോഴും സാങ്കേതിക വിദ്യയെ അമിതമായി ആശ്രയിക്കുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യക്ക് വേണ്ടത്ര സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളെ സാങ്കേതിക വിദ്യ വാങ്ങുന്നതിന് വേണ്ടി ആശ്രയിക്കേണ്ടി വരികയും അതിനുവേണ്ടി ഇന്ത്യക്ക് വലിയ തുകകൾ ചിലവഴിക്കേണ്ടിയും വന്നു. That apart, as industry attract more investment than agriculture, the possibility of food shortage loomed large. The Indian planners found balancing industry and agriculture is really difficult. അതായത് കാർഷിക രംഗത്തേക്കാൾ കൂടുതൽ നിക്ഷേപം വ്യാവസായിക മേഖലയിൽ നടത്തേണ്ടി വന്നാൽ ഭക്ഷ്യക്ഷാമത്തിനുള്ള വലിയ ഒരു സാധ്യത അവിടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. വ്യവസായത്തെയും കൃഷിയെയും സന്തുലിതമാക്കുവാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞുമില്ല. അപ്പോൾ വ്യാവസായിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ വ്യവസായങ്ങളിലേക്ക് തിരികെയും അവർ താരതമ്യേന ലാഭം കുറവ് ലഭിക്കുന്ന കാർഷിക മേഖലയെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന അവസ്ഥയിൽ വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ കൃഷിയെയും വ്യവസായങ്ങളെയും ഒരു ബാലൻസിൽ നിർത്തിക്കൊണ്ട് പോകുന്നതിൽ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. So, the allocations in the first and second 5-year plans. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലും രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ച മേഖലകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കിവിടെ കാണാം. ഇവിടെ റെഡ് ബാറിൽ നമ്മൾ കാണുന്നത് ഫസ്റ്റ് 5-year പ്ലാനും ബ്ലൂ ബാറിൽ നമ്മൾ കാണുന്നത് സെക്കൻഡ് 5-year പ്ലാനിലുമാണ്. അഗ്രികൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, അതായത് ഫസ്റ്റ് 5-year പ്ലാനിൻ്റെ 15.1%, 15.1% അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ സെക്കൻഡ് 5-year പ്ലാനിലേക്ക് വരുമ്പോൾ അത് 4% കുറഞ്ഞ് 11% മാത്രമേ അവിടെ ചിലവഴിക്കപ്പെടുന്നുള്ളൂ. വീണ്ടും രണ്ടാമത്തെ ഏരിയയിൽ നമുക്ക് കാണാം ഫസ്റ്റ് 5-year പ്ലാനിൽ 17% ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് കൺട്രോൾ, അതായത് ജലസേചനത്തിനും മറ്റ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി 17% തുകയും മാറ്റിവെച്ച് കഴിഞ്ഞപ്പോൾ 10% മാത്രമാണ് സെക്കൻഡ് 5-year പ്ലാനിൽ മാറ്റിവെച്ചത്. മൂന്നാമത്തേത് ഇൻഡസ്ട്രി ആൻഡ് മൈനിങ്, അതായത് വ്യവസായങ്ങളും മറ്റ് ഖനി സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാം 5-year പഞ്ചവത്സര പദ്ധതിയിലെ 7.6% മാത്രമേ അതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചിരുന്നുള്ളൂ. പക്ഷേ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരുമ്പം 18.5% ഈ പറയുന്ന ഇൻഡസ്ട്രി ആൻഡ് മൈനിങ്ങിന് വേണ്ടിയിട്ട് നീക്കി വെക്കുകയാണ്. നാലാമത്തേത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ അത് 23.6 ആയിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വന്നു കഴിയുമ്പോൾ 28.9 അത് എത്തുവാണ്. അടുത്തത് പവർ 11.1 ആയിരുന്നു ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സെക്കൻഡിലേക്ക് വന്നു കഴിയുമ്പോൾ അത് 8.9 എത്തിച്ചേർന്നു. ഇനി വീണ്ടും സോഷ്യൽ സർവീസസ്, അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിംഗ് തുടങ്ങിയ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ 22.6% നീക്കിവെച്ചപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി വന്നപ്പോൾ 19.7 മാറി. മറ്റ് പല വക ചിലവുകളിലേക്ക് വരുമ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല, 3ഉം 2.1 നിൽക്കുന്നു. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് കൺട്രോളിന് വേണ്ടിയിട്ടും അവർ വലിയ തുക മാറ്റിവെക്കുകയുണ്ടായി.
രണ്ടാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ പ്രാധാന്യം കൊടുത്തത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി ആൻഡ് മൈനിങ്ങിനും ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനും അവർ വലിയ തുക മാറ്റിവെക്കുകയുണ്ടായി. ഈ ഒരു ചാർട്ടിൽ നിന്നും ഒന്നാം പഞ്ചവത്സര പദ്ധതിയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയും തമ്മിലുള്ള കാതലായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതേസമയം രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. രണ്ടാമതായി ഒന്നാം പഞ്ചവത്സര പദ്ധതി വളരെ സാവധാനമുള്ള ഒരു വികസനത്തിനാണ് പ്രാധാന്യം കൊടുത്തതെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി വളരെ റാപ്പിഡ് ആയിട്ടുള്ള, വളരെ ത്വരിതഗതിയിൽ, വളരെ പെട്ടെന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. സോ തേർഡ് 5-year plan. The third 5-year plan is in between 1961 and 1966. 1961 മുതൽ 66 വരെയാണ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നിലവിലിരുന്നത്. The third 5-year plan is mainly focused on self-sufficiency. അതായത് സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസനമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത്. അതായത് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, സംവിധാനങ്ങൾ നമ്മൾ തന്നെ ഒരുക്കുന്ന സെൽഫ് സഫിഷ്യൻ്റ് ആയ, സ്വയം പര്യാപ്തമായ ഒരു സംവിധാനത്തിലേക്ക് എത്താനുള്ള ഒരു പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി വിഭാവനം ചെയ്തത്. The third 5-year plan was not significantly different from the second. അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് രണ്ടാമത്തേതിൽ നിന്ന് കാര്യമായ അന്തരങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. Critics pointed out that the plan strategies from this time around displayed an unmistakable urban bias. അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയെ വിമർശിക്കുന്ന ആൾക്കാർ ചൂണ്ടിക്കാട്ടിയ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഈ പദ്ധതി ഒരു അർബൻ ബയാസ്ഡ് ആയിരുന്നു. അതായത് നഗരങ്ങളോട് വലിയ ചായ്വ് കാണിച്ചിരുന്നു എന്നാണ്. അതായത് നഗരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടൗൺ, സിറ്റികൾ, ഇതെല്ലാം ഒരു സൊസൈറ്റിയുടെ ഏറ്റവും വികസിച്ച ഏരിയയാണ് ടൗൺ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ അതായത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്പന്നരായ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ടൗൺ എന്ന് പറയുന്നത്. ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇതുപോലെ വികസിതമായ അല്ലെങ്കിൽ സമ്പന്നരായ ആൾക്കാരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിമർശനം. Others thought that industry was wrongly given priority over agriculture. മറ്റ് ചില ആൾക്കാർ ഈ വിമർശനത്തെ മറ്റൊരു രീതിയിൽ നോക്കിക്കണ്ടു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇൻഡസ്ട്രി വാസ് റോങ്ലി ഗിവൺ പ്രയോറിറ്റി ഓവർ അഗ്രികൾച്ചർ. അതായത് കൃഷിയുടെ മേൽ വ്യവസായത്തിന് തെറ്റായ മുൻഗണന നൽകപ്പെട്ടു എന്നാണ് മറ്റുള്ള വിമർശകർ ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. കാരണം വ്യവസായം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൃഷി എന്ന വലിയൊരു തിരിച്ചറിവിലേക്ക് വരാൻ ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് സാധിച്ചില്ല. അവർ കൃഷിയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് വ്യവസായത്തിനായിരുന്നു. There were also those who wanted focus on agriculture related industries rather than heavy ones. അതായത് വലിയ വ്യവസായങ്ങളെക്കാൾ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകണം എന്ന് ചിലർ നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പൊ ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും കാതലായ മാറ്റങ്ങളൊന്നും വരുത്തിയിരുന്നില്ല എന്ന് തന്നെയല്ല, അതും വ്യാവസായികവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് കൃഷിയുടെ മേൽ വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തതിൻ്റെ പേരിലാണ്
അല്ലെങ്കിൽ അർബൻ ബയാസ്, അതായത് നഗര കേന്ദ്രീകൃതമായതിൻ്റെ പേരിലാണ് ഈ പറയുന്ന മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇത്രയേറെ വിമർശിക്കപ്പെട്ടത് എന്ന കാര്യം കൂടുതലായി ശ്രദ്ധിക്കുക. സോ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, അതായത് വികേന്ദ്രീകൃത ആസൂത്രണം, അല്പം വ്യത്യസ്തമായ ഒരു ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഡീസെൻട്രലൈസേഷൻ എന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കണം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികേന്ദ്രീകരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം നിന്ന് ചെയ്യാതെ എല്ലാ പോയിന്റുകളിലേക്കും അത് എത്തിച്ചു ചേർക്കുന്നതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ, അതായത് വികേന്ദ്രീകരണം, കേന്ദ്രീകരണമല്ലാത്ത അവസ്ഥ എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു സെൻട്രലൈസേഷൻ. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ +1 യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റിനെ കുറിച്ചും ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം, അവിടെ ഒരൊറ്റ ഗവൺമെന്റ്, ആ രാജ്യത്തിലെ മുഴുവൻ ആൾക്കാർക്കും വേണ്ടി ആ ഒരു ഗവൺമെന്റ് ഭരണം നടത്തുന്നു. എന്നാൽ ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റിലേക്ക് വരുമ്പോൾ ഒരു രാജ്യം, ഒരു സെൻട്രൽ ഗവൺമെന്റ്, അതുപോലെ തന്നെ പല റീജിയണൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പല ലോക്കൽ ഗവൺമെന്റ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഡിസിഷൻ മേക്കിംഗ്, ഗവൺമെന്റിന്റെ തീരുമാനമെടുക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് കൂടുതൽ ഈസിയാകും. അതുപോലെ തന്നെ ഈ പ്ലാനിങ്ങിനെ, ഈ ആസൂത്രണത്തെ ഒരു വികേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക്, അതായത് സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലേക്കും എത്തിക്കുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് not necessary that all planning always has to be centralized, nor is it that planning is only about big industries and large projects. The Kerala model is the name given to the path of planning and development chartered by the state of Kerala. അതായത് ആസൂത്രണം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കേന്ദ്രീകൃതമായിരിക്കണം എന്നില്ല, അതായത് സെൻട്രലൈസ്ഡ് ആയിരിക്കണം എന്നില്ല. അതുപോലെ തന്നെ വൻകിട വ്യവസായങ്ങൾ, വൻ പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ളതാണ് ആസൂത്രണം എന്ന് പറയുന്ന വിചാരവും ശരിയല്ല, ആ ഒരു ധാരണയും ശരിയല്ല. കേരളത്തിലെ ആസൂത്രണ പദ്ധതികൾ ഇത് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കേരള ഗവൺമെന്റ് കേരള മോഡൽ എന്നറിയപ്പെട്ട ഒരു വികസന ആസൂത്രണ പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി. There has been a focus in this model on education, health, land reform, effective food distribution and poverty alleviation. അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം, ഭൂപരിഷ്കരണം, ഫലപ്രദമായ ഭക്ഷ്യവിതരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്കാണ് ഈ മാതൃകയിൽ ഊന്നൽ നൽകിയത്. Despite low per capita incomes and a relatively weak industrial base, Kerala achieved nearly total literacy, long life expectancy, low infant and female mortality, low birth rates and high access to medical care. അതായത് കേരളത്തിലെ ആളോഹരി വരുമാനം നമ്മൾ ഇക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്. പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവായിരുന്നു. വ്യാവസായിക അടിത്തറയും ദുർബലമായിരുന്നു. എന്നിട്ട് പോലും സമ്പൂർണ്ണ സാക്ഷരതയും ആയുർദൈർഘ്യവും കുറഞ്ഞ ശിശു പെൺ മരണനിരക്കും കുറഞ്ഞ ജനന നിരക്കും ഉയർന്ന മെഡിക്കൽ എയ്ഡും, അതായത് വൈദ്യ പരിഗണനയും കൈവരിക്കുവാൻ കേരളത്തിന് കഴിഞ്ഞു.
between 1987 and 1991, the government launched the New Democratic Initiative, which involved campaigns for development, including total literacy, especially in science and environment, designed to involve people directly in development activities through ordinary citizens organizations. The state has also taken initiative to involve people in making plans at the panchayat, block and district level. അതായത് 1987-നും 91-നും ഇടയിൽ നടപ്പാക്കിയ ജനകീയ ആസൂത്രണം ഇതേ വികേന്ദ്രീകരണ ഡീസെൻട്രലൈസ്ഡ് സ്വഭാവമുള്ള ഒന്നായിരുന്നു. ഈ രീതിയിൽ പദ്ധതി തയ്യാറാക്കുന്നതിൽ ജനങ്ങളുടെ പ്രത്യക്ഷ പങ്കാളിത്തം ഉറപ്പിക്കുവാനുള്ള ശ്രമങ്ങളും നടന്നു. സന്നദ്ധ പൗര സംഘടനകൾ, അതായത് വോളണ്ടറി സിറ്റിസൻസ് ഓർഗനൈസേഷൻസ്, ഇതിനായി പ്രവർത്തിക്കുകയുണ്ടായി. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല എന്നീ തലങ്ങളിൽ പദ്ധതി തയ്യാറാക്കുന്നതിന് ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്തു. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് വികസനം അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്നതിനെ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോസസ്സിലേക്ക്, അതായത് ഒരു വികേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെ നേട്ടം ഉണ്ടാക്കാം എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നാമത്തേത് സെക്കൻഡ് 5 ഇയർ പ്ലാനിനെ കുറിച്ച് നമ്മൾ കണ്ടു. അവിടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ തയ്യാറാക്കുന്നതിന് മുൻകൈ എടുത്ത മഹാൽനോബിസിന്റെ പേര് കൃത്യമായി ഓർത്തിരിക്കുക. സെക്കൻഡ് 5 ഇയർ പ്ലാന് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ത്വരിതഗതിയിലുള്ള വികസനത്തിനും വ്യാവസായിക വൽക്കരണത്തിനുമാണ് പ്രാധാന്യം കൊടുത്തത് എന്ന കാര്യം മറന്നു പോകാതിരിക്കുക. അടുത്തത് മൂന്നാമത്തെ, അല്ലെ തേർഡ് 5 ഇയർ പ്ലാൻ ആണ്. തേർഡ് 5 ഇയർ പ്ലാൻ പല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു എന്ന കാര്യം, അതിലെ ഓരോ പോയിന്റുകളും നമ്മൾ മറന്നു പോകാതിരിക്കുക. അടുത്തത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് കണ്ടത്. അത് എന്താണ്, എങ്ങനെയാണ്, കേരള മോഡലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളും മറന്നു പോകാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഓൾറെഡി കുറേ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നോട്ടിൻ്റെ കൂടെ തന്നെ ഈ പാഠഭാഗങ്ങൾ കേട്ടു പോവുക. അഡീഷണൽ ആയിട്ട് കിട്ടുന്ന അറിവുകൾ അതിലേക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യുക. നല്ല രീതിയിൽ നോട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗുഡ് ബൈ.